ജോജി ബ്രദറെ ആ പോവാണോ? പോകാൻ തുടങ്ങുമായിരുന്നു. ഇന്നത്തെ മെസ്സേജ് എന്തോ നല്ല മെസ്സേജ് ആയിരുന്നു. എന്നോട് തന്നെ സംസാരിച്ച പോലെ. സൗണ്ട് കാരണം ശരിക്കും അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ബുധനാഴ്ച വയൽ ക്ലാസ്സിലൊന്നും കണ്ടില്ലല്ലോ. ജോലിയായിരുന്നു. എപ്പോഴെങ്കിലും ജോലി എന്നും പറഞ്ഞ് നടന്നാൽ പോരാ കേട്ടോ. വല്ലപ്പോഴൊക്കെ ക്ലാസ്സിലൂടെ വരണം. ഞാൻ അടുത്ത ആഴ്ച ഞാൻ ഓഫീസ് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് വന്ന ആ പുതിയ പിള്ളേരെ പരിചയപ്പെട്ടായിരുന്നോ? ആ ലിഡിയായും പീറ്ററുമായിരുന്നു. അവരല്ലേ വരുന്നത്, നാളെ വരുന്നത്. ഹലോ പീറ്ററെ, ഞാൻ ജോലി. ഇത് പീറ്റർ. ഹലോ ഹലോ. നിങ്ങള് ന്യൂയോർക്കിൽ നിന്ന് ഈ ഇടയ്ക്ക് മൂവ് ചെയ്ത് വന്നതല്ലേ? എവിടാ വർക്ക് ചെയ്യുന്നത്? ജോലിയൊന്നും ആയില്ല, നോക്കുന്നേ ഉള്ളൂ. എന്താ ട്രേഡ് എന്തോ? AC മെക്കാനിക്. ശരി. ആ കോശിച്ചായന്റെ ജോലിയിൽ എന്തോ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഈ ട്രേഡ് തന്നെയാണോന്ന് അറിയത്തില്ല. ഏതായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരു കാര്യം ചെയ്യാം, റെസ്യൂമൊക്കെ ഒന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് അത് എൻ്റെ ഇമെയിലോട്ടൊന്ന് അയച്ചേക്ക്. എൻ്റെ ഇമെയിലിൽ എളുപ്പമോ ഓർത്തിരിക്കാൻ എളുപ്പമോ, joji.john.kalluvattankudiil_1970 നിങ്ങളെ ന്യൂയോർക്കിൽ ഏത് ചർച്ചിലായിരുന്നു? ഞങ്ങൾ പാസ്റ്റർ ചെറിയാൻ നായർ. നിങ്ങളെ ആരാണ്? ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. ഓക്കെ 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 എന്നാ ശരി, എന്നാ കാണാമേ. ഈ വർഷം എന്തോ ഭയങ്കര തണുപ്പായിരുന്നു. കരിയാപ്പും കപ്പയും എല്ലാം കഴിഞ്ഞു. അതാ ഗ്ലോബൽ വാർമിംഗ് മൂലമാണെന്നേ. എന്തോ നീണ്ട പ്രസംഗമായിരുന്നു അപ്പൊ ഇന്നത്തെ. അതുകൊണ്ട് നല്ലതായിട്ട് ഉറങ്ങിയില്ലേ? ഈ ജോലിയുടെ ഉറക്കവും കൂർക്കമ്പരിയും കാരണം എനിക്ക് ശരിക്കും പ്രസംഗവും കേൾക്കാൻ പറ്റിയില്ല. ഒരുമാതിരി പാണ്ടിലോറി വയനാടിയോരം കയറി വരുന്ന പോലത്തെ ശബ്ദമാണ്. അതങ്ങനെ ഉറങ്ങാതിരിക്കും. രാത്രി മൊത്തം TV കണ്ടോണ്ടിരിക്കുകയല്ലേ. എന്തോ കരിഞ്ഞു വളർക്കുന്നുണ്ട്. അങ്ങനത്തെ എന്റെ കുറല്ലേ എന്നിട്ട് അല്ലല്ല, അത് ജോലി പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്. നിങ്ങളുടെ ഇന്നലത്തെ പ്രശ്നം പറഞ്ഞ് തീർത്ത് കാണത്തില്ല. നിങ്ങൾക്കൊക്കെ ഈ ചർച്ച വരുമ്പോഴെങ്കിലും ഈ പ്രശ്നം ഒന്ന് പറഞ്ഞ് തീർത്തിട്ട് വരരുതോ? അതൊക്കെ ഞങ്ങളെ നോക്കി പഠിക്കണം. 6 ദിവസം മഴ കാണിക്കണം. ഞായറാഴ്ച എല്ലാം സെറ്റ് ചെയ്തു. എന്താ നോക്കി പഠിക്കാനാ? വഴക്കോ? നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി പരദൂഷണം പറഞ്ഞു തീർക്കാതെ ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചിട്ട് പോയി വിശ്രമിക്കാൻ നോക്ക്. ഞാൻ പോകുക. See you. ഒരു മാന്യൻ ഇന്നലെ എന്നോട് വിളിച്ച് പറഞ്ഞിരിക്കുക സെക്രട്ടറി ശരിയല്ല, അവനെ മാറ്റണമെന്നൊക്കെ. അത് അവനല്ല പറഞ്ഞത്, അത് സെക്രട്ടറി തന്നെയാണ് പറഞ്ഞത്. സെക്രട്ടറിയുടെ മകളുടെ കല്യാണമാണ്, അത് സെക്രട്ടറി ബിസിയാ, അതുകൊണ്ട് വേറെ ആരെങ്കിലും നോക്കണമെന്ന്. അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് റിസമ്മ ജോലി എന്ന് വിളിക്കണം, ഞാൻ എന്നാ പോട്ടെ. ഇവനെ പോലെ പരദൂഷണം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ട്. എൻ്റെ കൊച്ചുമാനെ ഇവന്മാർ ചേട്ടാനിയന്മാർ ഒരു 5-6 പേരുണ്ട്. എല്ലാം കണക്കാണ്. ഇത് പണ്ടാണ്ട് പറഞ്ഞ പോലെ അമ്മയെ തല്ലിയേച്ചും പിന്നെ പെരക്കി ചൂട് കിടക്കുക, പെരക്കി തീ വെക്കാൻ വേണ്ടി. ഈ ഇളയേർക്കനാ ഉള്ളത് ഇദ്ദേഹം. എന്നാ പറഞ്ഞാൽ ഞങ്ങൾ പോട്ടെ. ശരി, പിന്നെ പിള്ളേർ വിഷം നിൽക്കില്ല, വല്ല ബർഗറോ സാൻഡ്വിച്ചോ വല്ല മേടിച്ചു. ഓക്കെ ഓക്കെ. നമുക്ക് പോവാം. ഞാനുണ്ടോ? നിങ്ങൾ ആ സാറാമ്മ എടുത്തിരുന്ന സാരി ഉണ്ടോ? എന്നാ സാരിയാ, കാഞ്ചീപുരം സിൽക്കാ. അവര് കഴിഞ്ഞ മാസം നാട്ടിൽ പോയപ്പോ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. എടി അവരൊക്കെ വലിയ പണക്കാരല്ലേ, നമുക്ക് അവര് നടക്കുന്ന പോലെ നടക്കാൻ പറ്റുമോ? ആന വാവളിക്കുന്ന പോലെ അണ്ണാന് വാവളിക്കാൻ പറ്റുമോ? ഞാൻ ഹൗസ് സെക്യൂരിറ്റി ലോൺ എടുത്താണേലും അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഒരു സാരി വാങ്ങിക്കും, അതുപോലൊരു സാരി വാങ്ങിക്കും. എടി ഇനിയിപ്പോ അത് മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ തന്നെ കടത്തിന്മേ കടവാ. അച്ഛൻ കണ്ടായിരുന്ന ആ പുതുതായി വന്ന പിള്ളേരെ കാറെ മുന്നിലും പുറയിലും ഇരുന്നാ പോകുന്നത്. അതുകൊണ്ട് കല്യാണം ഈയിടെ കഴിഞ്ഞെന്നാ പറഞ്ഞത്. വല്ല സൗന്ദര്യ കൊടുക്കുമായിരിക്കും. എടി അത് ഞാനും ശ്രദ്ധിച്ചതാ. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴെങ്കിലും പിള്ളേർ പിണക്കമൊക്കെ ഒന്ന് തീർക്കണ്ടേ? ഓരത്തെ പിള്ളേരുടെ കാര്യമല്ലേ. നമ്മുടെയൊക്കെ കല്യാണ സമയം ഞാൻ ഓർക്കുന്നത്. ഒന്നിച്ചിരുന്നൊന്ന് യാത്ര ചെയ്യാനൊക്കെ എന്തോ ഒരു മോഹമായിരുന്നു.
തഴിയിലെ കൊച്ചമ്മയുടെ വീട്ടിൽ നമ്മൾ വിരുന്നിന് പോയപ്പോൾ കടത്തുവള്ളത്തിലിരുന്ന് രാമങ്കരിയിലേക്ക് അടുത്തിരുന്ന് രാമങ്കരിയിലേക്ക് പോയ ആ പോക്ക് നീ ഓർക്കുന്നുണ്ടോ? കൊച്ചു കള്ളൻ. ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? ആ കാലം. ാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. ഡാഡി നാളെ സൺഡേ സ്കൂളിന്റെ എക്സാമാ. ജോസഫിന്റെ ബ്രദർസിന്റെ പേര് പറയാമോ? ഡാഡി, ജോസഫിന്റെ ബ്രദർസ് എല്ലാം ചൈനക്കാരാണ്. നീ ഒന്ന് പോയി വെച്ച് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ ജോസഫിന്റെ അപ്പന് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ തന്നെ ആയിരിക്കും പണിയാ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചേ, ജോലിക്ക് പോകാൻ സമയമായി. നീ എന്തോടെ വല്ല അവാർഡ് പടത്തിൽ അഭിനയിക്കുന്നുണ്ടോ? പാലിനി പുറകെ വരുമായിരിക്കും. വേഗം പാലെടുത്തിട്ട് പണി, എനിക്ക് ജോലിക്ക് പോകേണ്ടതാ. നമ്മുടെ ചർച്ചിൽ ഇന്നലെ ഒരു കപ്പിൾ വന്നായിരുന്നു പുതുതായിട്ട്. ആ പയ്യൻ ഇവിടെ ജനിച്ചു വളർന്നോ, പക്ഷെ നല്ലതായിട്ട് മലയാളം പറയും. ആ പെണ്ണ് കോട്ടയംകാരിയെന്നാ പറഞ്ഞത്. പക്ഷെ അല്ലേ അവൾ തമ്മിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. ചർച്ചയിൽ നിന്ന് തിരിച്ചു പോയപ്പോഴുണ്ടല്ലോ, അവർ രണ്ടുപേരും കാറിന്റെ മുമ്പിലും പുറയിലുമായിട്ടാണ് ഇന്ന് പോയത്. എത്ര വലിയ പ്രശ്നമാക്കാൻ എന്നാ, പിള്ളേരെല്ലാം മുന്നിൽ കയറി ഇരുന്ന് കാണും. അവർക്ക് പിള്ളേരൊന്നും ഇല്ലടി. ഞാനല്ലേലും കാണുന്ന എല്ലാം കുറ്റം. മഞ്ഞ കണ്ണ് കൊണ്ട് കാണുന്നതെല്ലാം മഞ്ഞിച്ചിരിക്കും. നീ എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ കറുത്ത കണ്ട് ചെയ്യാൻ ഇങ്ങനെ കടത്താ, ഇന്ന് കറുത്തത് കാണട്ടെ. ഞാൻ ഓരോ മെനക്കേട് കാര്യം പറയാൻ പറ്റത്തില്ല ഇവിടെ. ജോലിക്ക് പോണ്ടേ? ഇന്ന് ഞാൻ വർക്ക് ഫ്രം ഹോം ആടി. പിന്നെന്തിനാ ഈ ടൈ ഒക്കെ കെട്ടിയിരിക്കുന്നത്? ഇന്ന് ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് പ്രോജക്ട് ലീഡുമായിട്ടൊക്കെ. ടൈ ഒക്കെ കെട്ടി വെച്ചിട്ട് കമയിലിരിക്കാന്ന് വെച്ചു, കാണുന്നവർക്കൊരു ചന്തം തോന്നട്ടെ. അയ്യോ, കോൺഫറൻസിന് സമയമായിടി, ഞാൻ ലോഗ് ചെയ്യട്ടെ. ആ പിള്ളേരോടൊക്കെ നീ മിണ്ടായിരിക്കാൻ പറയണം കേട്ടോ. Hi everyone, it's Dave. Hi, good morning. Thanks for joining the call. Good morning, Dave. We're here today to review a very important document, the results of our annual employee satisfaction survey. Excuse me, Dave. It's Joe. I'm working. Hi everybody, this is Georgie speaking. Actually, our project is going to be delayed by at least a week because we were running short of some resources. Last week, Nancy fell down in her bathroom and she won't be able to come to the office at least for 2 more weeks. And Mark called in sick yesterday too. Somebody kicked his dog and his dog's leg is broken now and he has to take the dog to the hospital. In short, we are running short of resources and we are trying to come up with some sort of solutions. We'll try to finish this as soon as possible. Thank you. Bye. When hurricane comes, you say no hurricane coverage. When flood comes, you say no flood coverage. When sinkhole comes, you say no sinkhole coverage. What kind of hole you are going to cover then? If you are not going to cover my sinkhole, I am going to take another insurance. There is a lot of insurance companies here that we can take insurance. ഈ മുടിഞ്ഞ ഇൻഷുറൻസിനെ കൊണ്ട് ഞാൻ തോറ്റു. ഹലോ,
പരിപ്പ് എവിടാ? അതാ വലത്തെ ഫ്രീസറിന്റെ അടിയിൽ കാണും, ഞാൻ വന്ന് എടുത്തു തരാം. നിങ്ങൾ മലയാളികളാണ് അല്ലേ? ഓക്കെ. അത് കാണുന്നില്ല, അത് തീർന്നു പോയെന്ന് തോന്നുന്നു. ഞാൻ വേണേ വരുന്ന ആഴ്ച വരുത്തി തരാം. എടുപ്പിന് ഫോൺ നമ്പർ ആയാലോ? ആ മതി ആച്ചാ. നിങ്ങളിവിടെ പുതിയതാണല്ലേ? ഞങ്ങള് ന്യൂയോർക്കിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തേ ഒരാഴ്ചയായോ. ഇല്ല, നിങ്ങളെ നേരത്തെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളിവിടെ എവിടെയാ താമസിക്കുന്നത്? ഓ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്ക് കുറച്ച് അപ്പാർട്ട്മെന്റ് ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ, എംറ്റിയായി കിടക്കും. ആ കുഴപ്പമില്ല, ഞാനീ നിങ്ങളുടെ കൂട്ടുകാരോ അതെല്ലാം ഉണ്ടെങ്കിലേ പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ കൊടുക്കാം. എല്ലാം കൂടെ 45 രൂപയായി. എന്നാ പിന്നെ ശരി, കാണാമെന്നാ. നമുക്ക് ആ പിള്ളേരെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ആരെ? പീറ്ററിനെ ലെഡിയെ? അതെ. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇവിടെ മനുഷ്യർ മോർഗേജ് അടയ്ക്കാൻ പെടാപ്പാട് വിടുക. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു രാജ്യ സൽക്കാരം. നീ പോയുള്ള പണിയൊന്നും നോക്കിയേ. പഴയതൊന്നും മറക്കണ്ട. നമ്മളും ആദ്യമായിട്ടൊക്കെ വന്നപ്പോൾ പലയിടത്തും കയറി ഇറങ്ങിയും കഴിച്ചിട്ടുള്ളതല്ലേ. എന്തിനാ അധികം പറയുന്നത്? നിങ്ങൾക്കൊക്കെ സ്റ്റേജിലെ പ്രസംഗമേ പറ്റത്തുള്ളൂ. നീ അധികം പ്രസംഗിക്കാതെ വേണ്ടിയ സാധനങ്ങൾ ലിസ്റ്റ് എഴുതി പോയി. ഇവിടെ സൺഡേ ജോലിക്ക് പോകുന്നത് തന്നെ നല്ലത്. നിങ്ങൾ എന്തായിരുന്നു വെറുതെ? അല്ല, സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. അതിന് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു തന്നിട്ട് വേണ്ടേ? കഴിഞ്ഞ മാസം സാംസിന്ന് വാങ്ങിച്ച കുറച്ച് പൊട്ടേറ്റോ ഇരിപ്പുണ്ട്, അത് വേണമെങ്കിൽ പുഴുങ്ങി കൊടുക്കാം. മതിയോ? നീ കൂടുതൽ പുഴുങ്ങാതെ വേണ്ടിയ സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്തു പോയി. ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞില്ലേ? എന്താണ് വിശേഷങ്ങളൊക്കെ? വിശേഷം എന്തോ പറയാനാ ജോജി, ബിസിനസ് വളരെ മോശം. ബിസിനസ് എങ്ങനെ മോശമാവാതിരിക്കും? ചർച്ചിൽ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രേയർ നടക്കുമല്ലേ? എന്തിനു പറയാനാ, കൂനുമേ കുരു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആ കുരുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഈ മുഖത്തെ കുരുവൊക്കെ പോകാനുള്ള എന്തെങ്കിലും ക്രീമോ വല്ല സോപ്പോ പൗഡറോ വല്ലതും ഉണ്ടോ ഇവിടെ? എന്റെ ഉണ്ടല്ലോ, കുരു കളയുന്ന ഒരു മരുന്നുണ്ട്. ഇത് വെച്ചാൽ എല്ലാം പൊക്കോളുവോ? ഈ മരുന്ന് വെച്ചാൽ എല്ലാ കുരുവും പോകും. ഓ, അത് ശരി. വീക്കോ ടെർമറിക് കൊള്ളാം. എത്ര ഒരെണ്ണം ഇരിക്കട്ടെ കേട്ടോ. തൊട്ടതിനെല്ലാം ചെലവാണേ, ചെലവാണേ, ഇത് ചെലവാണേ, തൊട്ടതിനെല്ലാം ചെലവാണേ. ഈ വയറ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും മരുന്നോ വല്ലോ ഉണ്ടോ? ജോജി, നീ എന്തിനാ ഇത്രയും കിടന്ന് പ്രയാസപ്പെടുന്നത്? ഞാൻ നല്ലൊരു മാർഗം പറഞ്ഞുതരാം. അതെന്തോ? നീ കേരളം വരെ ഒന്ന് പോയാൽ മതി. കേരളത്തിൽ പോയാൽ അവിടെ എന്തോ ഈ തിരുമല വല്ലോ ആണോ? അവിടെ ചെല്ലുമ്പോ നിന്നെക്കാട്ടി വലിയ വയറന്മാർ അവിടെ ഉണ്ട്. അതിന്റെ മുമ്പിൽ നിന്റെ വയർ ഒരു വയറാന്നോ? പക്ഷെ തമാശിക്കുവാണ്. ഞാൻ ചോദിച്ചു, ഈ വയർ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന എനിക്ക്. തമാശിക്കല്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല. ഇപ്പൊ ആ തെക്കേടത്തെ ബാബുവേ പോയി 15-16 ബോട്ടിൽ തൈലം കൊണ്ടുവന്ന് അവന് 3-4 മാസം കൊണ്ട് പുരട്ടിക്കൊണ്ട് നടക്കുവായിരുന്നു. എന്നിട്ട് അവന്റെ അടുത്ത് വയറ് കുറഞ്ഞോ? എവിടെ കുറയാനാ? ബാക്കി ഇപ്പൊ എണ്ണ എടുത്ത് ഇപ്പം ഭാര്യ പപ്പടം ചുട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ മരുന്നെന്നൊക്കെ പറഞ്ഞ് അവർ ഇറക്കുന്നത് വെറും കളിപ്പീര ഇല്ലയോ? അതെല്ലാം വളരെ വലിയ കളിപ്പീര, ചുമ്മാ പൈസ കളയാവുന്നുള്ളതേ ഉള്ളൂ. ഇതെന്താ വെച്ചാൽ പൊറോട്ട തൂക്കി നോക്കുവാണോ? എന്റെ ജോജി അബദ്ധവശാൽ അങ്ങോട്ടൊന്ന് വെച്ച് പോയതാ. ജോജിയെ ഇന്ന് ഒരുപാടൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ, എന്തോ വല്ല ഗസ്റ്റ് വല്ലതും ഉണ്ടോ? എന്നുവെച്ചാൽ നമ്മുടെ ചർച്ചില്ലേ 2 പിള്ളേർ വന്നിട്ടുണ്ട് പുതുതായിട്ടെ.
അവരെ വീട്ടിലോട്ടൊന്ന് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള. ഓ, അവരായിരിക്കും ഇന്നലെ രാവിലെ ഇവിടെ വന്നേ. ഓ, ഇവിടെ വന്നായിരുന്നു? അവര് വന്നായിരുന്നു. അവര് പോയപ്പം പുറകിലും മുന്നിലും ഇരുന്നാ പോയത്. അത് തന്നെ. ഓ, അച്ഛനും കണ്ടോ അത്? അന്നേരമേ ഞാൻ ചിന്തിച്ചു എന്തോ പന്തികേടുണ്ടെന്ന്. ഞാനും അത് ചിന്തിച്ചാ. ഇവര് വന്നിട്ട് ഇങ്ങനെ മുന്നിലും പുറകിലായിട്ടിരുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എല്ലാം കൂടെ എത്രയായി? $226. ചേട്ടാ, കടയുടെ വിലയല്ലേ ഞാൻ ചോദിച്ചത്. ജോജി തമാശ എടുക്കാതെ ക്രെഡിറ്റ് കാർഡോ പൈസയോ ഇങ്ങോട്ടാ. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്തോ വില. സാധനങ്ങൾക്കൊക്കെ വലിയ വിലയായി ഇപ്പൊ. അതറിയത്തില്ലേ? അപ്പൊ ശരി അച്ഛാ, അപ്പൊ ഇന്ന് കാണാം. ഞാൻ പോട്ടെ. എന്നാ പിന്നെ കാണാം. ഓക്കെ. ഇറങ്ങിപ്പോയി നാശം. ഇതുപോലൊക്കെ ഒരു പിശുക്കൻ. എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച ജോലിയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ചർച്ച വരാൻ പറ്റാഞ്ഞ്. ആന്റിക്ക് എല്ലാ സൺഡേയിലും ജോലിയുണ്ട്? ഇല്ല, മാസത്തിൽ 3-4 ഞായറാഴ്ചയേ ഉള്ളൂ ജോലി. മോടെ നാട്ടിലെവിടാ വീടാന്നാ പറഞ്ഞേ? കോട്ടയത്ത്. കോട്ടയത്ത് എവിടാ? പള്ളിമറ്റം. ഓ, പള്ളിമറ്റം, കോട്ടയത്തിനടുത്ത്. എന്റെ ഒരു അമ്മാച്ചന്റെ മരുമോടെ അമ്മായിയപ്പന്റെ അനിയന്റെ ഭാര്യയുടെ മകളെ കെട്ടിച്ചേക്കുന്നത് അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വീട്ടുപേര് മൂങ്ങാമൂട്ടിൽ. അറിയത്തില്ലയോ? അറിയത്തില്ല. ഈ അച്ഛന് ബന്ധക്കാരില്ലാത്ത സ്ഥലങ്ങളില്ല. നിങ്ങൾ കഴിക്കുള്ളാരെ. അവന്റെ നാട്ടിലെവിടാ വീട്? ഓ, പുല്ലാട്ടാണല്ലോ നമ്മുടെ ഉപ്പാപ്പന്റെ ചേട്ടന്റെ ഇച്ചിരിയൂടെ കഴിക്കേ. ആൻറ്റി, ഫുഡെല്ലാം നന്നായിരിക്കുന്നത് കേട്ടോ. ഒത്തിരി നാളുകൾക്ക് ശേഷം നാടൻ ഫുഡ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പരിപ്പ് കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് എഴുതിയെടുത്തു ചേച്ചിയുടെ. പിള്ളേരെ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവക്കൊന്നും അറിയത്തില്ലായിരുന്നു കുക്ക് ചെയ്യാൻ. ഞാനല്ല ഇതൊക്കെ ചോറ് ഊറ്റുന്ന തൊട്ട് ഞാനല്ലേ ഇവളെ പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ അച്ഛൻ ഇപ്പഴും കഴിച്ചു കുടിച്ച് ജീവിക്കുന്നത്. ഞങ്ങളെ എല്ലാം താങ്ക്സ് കേട്ടോ. സൺഡേ കാണാം. ഓക്കെ. അപ്പം എന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വിളിക്കാൻ പഠിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ആവശ്യമോ വല്ല സഹായമോ വല്ല പ്രശ്നമോ വല്ല ഉണ്ടെങ്കിൽ ഓക്കെ. ഞാൻ ഒരു സഹോദരനെ പോലെ കണ്ടാൽ മതി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാൻ പഠിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, എന്നാ കാണാൻ പോലെ. ശരി, ഓക്കെ, ബൈ. എന്നാ പിന്നെ ആട്ടുമോളെ ചർച്ചിൽ എപ്പോഴെങ്കിലും വെച്ച് കാണാൻ. ഞാനേ ഇത് പോയി നോക്കിച്ചു വരാം. ഇന്നും അവർ മുന്നിലും പുറകിലും ഇരുന്ന് പോകുന്നെങ്കിൽ ഞാൻ അവരോട് ചോദിക്കാൻ പോകും എന്തോ അവർ തമ്മിലുള്ള പ്രശ്നമാണോ. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ? ഓ, നീ ഒന്ന് പോയി. ഇത് പെണ്ണുങ്ങളെക്കാളും പ്രശ്നമാണല്ലോ. അതെ അതെ, നിങ്ങൾ ഇങ്ങനെ ഈ സീറ്റ് എന്താ പറ്റി? അതങ്ങളെ സീറ്റ് നന്നാക്കാൻ കൊടുത്തേക്ക്, അതിന് സ്പ്രിങ് ഒടിഞ്ഞു പോയായിരുന്നു. ഓഹോ, അതാണ്. അത് ശരിയാ. ശരി, എന്നാ കേട്ടോ, എന്നാ കാണാം.